ഡെലിവറി കഴിഞ്ഞാൽ എല്ലാവർക്കും ഏറ്റവും ആങ്സൈറ്റി ഉള്ള കാര്യം എന്താണെന്നോ? കുഞ്ഞിനെ എങ്ങനെ ഫീഡ് ചെയ്യും? എനിക്ക് പാല് കാണുമോ? പാല് കുറവായാലോ? അപ്പുറത്തെ റൂമിലുള്ളവർക്ക് പാലായി, എനിക്കിതുവരെ പാലായില്ല. ഇതെല്ലാം വളരെ കോമണായി കേൾക്കുന്ന സംശയങ്ങളോ ആങ്സൈറ്റീസോ ഒക്കെയാണ്. എപ്പോഴും അമ്മയുടെ റെസ്പോൺസിബിലിറ്റിയാണ് കുഞ്ഞിനെ നർച്ചർ ചെയ്യുക എന്നുള്ളത്. ബ്രസ്റ്റ് മിൽക്ക് വരാൻ എപ്പോഴും അറ്റ്ലീസ്റ്റ് 2 to 3 days എടുക്കും. പിന്നെ ഇതിന് കുറച്ച് ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ടെന്ന് വെച്ചോളൂ. നിങ്ങളുടെ അമ്മയ്ക്ക് മിൽക്ക് കുറവായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സഹോദരിക്ക് കുറവായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആദ്യത്തെ പ്രസവത്തിൽ നിങ്ങൾക്ക് മിൽക്ക് കുറവായിരുന്നെങ്കിൽ ഇപ്രാവശ്യവും കുറവാകാൻ ചെറിയൊരു ചാൻസ് ഉണ്ട്. പക്ഷേ പ്രസവിച്ച് ഉടനെ തന്നെ ബ്രസ്റ്റ് മിൽക്ക് ആയില്ല എന്ന് വിചാരിച്ച് പേടിക്കേണ്ട. 2 പ്രധാനപ്പെട്ട ഹോർമോൺസാണ് ബ്രസ്റ്റ് മിൽക്ക് സെക്രീറ്റ് ചെയ്യുക. ഒന്ന് പ്രൊലാക്റ്റിൻ, പാലുണ്ടാക്കുന്ന ഹോർമോൺ. 2 ഓക്സിറ്റോസിൻ, പാലിനെ പുറത്തേക്ക് വരുത്തുന്ന ഹോർമോൺ. ഈ ഹോർമോൺസ് ഒക്കെ ആക്ട് ചെയ്യണമെങ്കിൽ കുഞ്ഞ് നന്നായി സക്ക് ചെയ്ത് തുടങ്ങണം. കുഞ്ഞിനും കുറച്ച് പഠിക്കാൻ സമയമെടുക്കുമല്ലോ, അതുകൊണ്ട് ആ ഒരു ഡിലേ എപ്പോഴും പ്രതീക്ഷിക്കാം. പിന്നെ ആദ്യത്തെ ഒരാഴ്ച കാണുന്ന ബ്രസ്റ്റ് മിൽക്ക് ഒരു കളർലെസ് ആയിട്ടുള്ള സ്റ്റിക്കി ആയിട്ടുള്ള ഫ്ലൂയിഡ് ആയിരിക്കും. കൊളോസ്ട്രം എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നിങ്ങളുടെ കുഞ്ഞിന് തീർച്ചയായും കിട്ടിയേ തീരൂ. പാലായില്ല അതുകൊണ്ട് ഇത് കൊടുക്കണ്ട എന്ന് വിചാരിക്കരുത്. കാരണം ഈ കൊളോസ്ട്രത്തിനകത്താണ് ആൻറ്റിബോഡീസ് എല്ലാം ഉള്ളത്. ഈ ആൻറ്റിബോഡീസാണ് നിങ്ങളുടെ കുഞ്ഞിനെ വയറിൻ്റെ ഇൻഫെക്ഷൻസിൽ നിന്നും, ചെസ്റ്റിൻ്റെ ഇൻഫെക്ഷൻസിൽ നിന്നും, ചെവിയുടെ ഇൻഫെക്ഷൻസിൽ നിന്നും, ഇൻ ദ ലോങ് റൺ ഡയബറ്റിസിൽ നിന്നും, ഒബീസിറ്റിയിൽ നിന്നും എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫോർമുല ഫീഡ് കൊടുത്താലും അത് ഈ കൊളസ്ട്രത്തിന് ഒരിക്കലും ഒപ്പമായില്ല. അതിനുശേഷം നിങ്ങൾ പതിയെ ഫീഡിങ് പഠിച്ചു വരുന്നു, കുഞ്ഞ് കടിക്കുന്നു, നിപ്പിൾ പൊട്ടുന്നു, എന്തു ചെയ്യും? നിങ്ങൾ ആദ്യം ബ്രസ്റ്റ് ഫീഡിങ് പ്രോപ്പറായി പഠിക്കണം. ബ്രസ്റ്റ് ഫീഡിങ് നന്നായി ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും നിപ്പിൾ അധികം പൊട്ടില്ല. കുഞ്ഞിനെപ്പോഴും നിപ്പിൾ വായിൽ വെച്ച് ച്യൂ ചെയ്യാനായിരിക്കും എളുപ്പം. പക്ഷെ നിങ്ങൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് നിപ്പിളിൻ്റെ ചുറ്റുമുള്ള ഡാർക്ക് പോർഷൻ, ഏറിയോള, അതും കൂടെ മാക്സിമം കുഞ്ഞിൻ്റെ വായിൽ വരുത്താൻ ശ്രമിക്കണം. അതിനുവേണ്ടി കൈ ഒരു സി ആകൃതിയിൽ പിടിച്ച് ബ്രസ്റ്റിനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം കുഞ്ഞിൻ്റെ വായിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ കുട്ടി പതിയെ പതിയെ സക്ക് ചെയ്ത് പഠിച്ചോളും. പിന്നെ ബ്രസ്റ്റ് മിൽക്ക് വരാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് അമ്മയുടെ ഹൈഡ്രേഷൻ, അതായത് ധാരാളം വെള്ളം കുടിക്കുക. ഓരോ പ്രാവശ്യവും കുഞ്ഞിനെ ഫീഡ് ചെയ്യാനിരിക്കുന്നതിന് മുമ്പ് 1 ഗ്ലാസ് വെള്ളം കുടിക്കുക. നല്ല ഒരു ഡയറ്റ്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്യുക. നന്നായി ഉറങ്ങുക. ഇതൊക്കെ ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷവും നിങ്ങൾക്ക് പാല് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വറി ചെയ്യേണ്ട. ഇത് പതിയെ പതിയെ, ദിസ് ഇസ് എ ലേൺഡ് ആർട്ട്, അത് പതിയെ പതിയെ ശരിയായിക്കോളും.